ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ AK is equal to K minus 2 divided by K into K plus 1. ഓക്കെ, ഇതാണ് ഇത് ലെബനിസ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് കാണിക്കണം, കൺവേർജൻസ് ആണെന്ന് കാണിക്കണം. കാരണം കണ്ടീഷണലി കൺവേർജന്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ആദ്യം ഞാൻ സെക്കൻഡ് കണ്ടീഷൻ ആണ് നോക്കുന്നത്. ലിമിറ്റ് K tends to infinity AK is equal to limit K tends to infinity K minus 2 divided by K into K plus 1 ആണ്. അപ്പൊ എനിക്ക് മുകളിൽ നിന്ന് എന്ത് ചെയ്യാം, K ഔട്ട്സൈഡ് എടുത്തൂടെ. അപ്പൊ ലിമിറ്റ് K tends to infinity K ഔട്ട്സൈഡ് എടുത്ത 1 minus 2 by K divided by K into K plus 1. അല്ലെങ്കിൽ ഞാനിവിടെ K സ്ക്വയർ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കും. അതായത് ഓൾറെഡി ഒരു K ഉണ്ട്, പിന്നെ ഈ K plus 1 നിന്ന് K എടുക്കുകയാണെങ്കിൽ എന്തെന്നാ 1 plus 1 by K. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു K സ്ക്വയർ K ഗെറ്റ് ക്യാൻസൽ. ഇനി ഇൻഫിനിറ്റി കൊടുത്ത് നോക്കിയ 1 by 2 by infinity 1 minus 2 by infinity ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 0. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് ഈ കേസിൽ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കി നോക്ക്. 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൈനസ് വാല്യൂ ഒക്കെയാണ് വരുന്നത് അല്ലേ. ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ 0. അപ്പൊ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. 1 2 ഒന്നും കൊടുത്തിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ വേറെ ഓപ്ഷൻ ഉള്ളത്, AK plus 1 നോക്ക്. ദാറ്റ് ഈസ് K plus 1 minus 2 divided by K plus 1 into K plus 1 plus 1. That is K 1 minus 2 എന്ന് വെച്ചാൽ minus 1. K minus 1 divided by K plus 1 into K plus 2 എന്ന് കിട്ടി. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. AK plus 1 divided by AK ചെയ്തു നോക്കുക. അത് ലെസ് ദാൻ 1 ആണെന്ന് കാട്ടിയാലും മതിയില്ലേ. അപ്പൊ എനിക്ക് AK plus 1 is less than AK എന്ന് കിട്ടുമല്ലോ. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചില പ്രോബ്ലത്തിൽ വാല്യൂ ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്തു നോക്കണം. ഓക്കെ, കാരണം എന്താ, നമ്മളുടെ ഓൾറെഡി ഇത് കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. അതുപോലെ തന്നെ സാധാ പ്രോബ്ലത്തിലാണെങ്കിൽ ഓൾറെഡി അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി കേസിൽ എന്തായിരിക്കും, കണ്ടീഷണലി കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ AK plus 1ന്റെ വാല്യൂ എന്തായിരുന്നു, നമ്മുടെ K minus 1 divided by K plus 1 into K plus 2 divided by K minus 2 divided by K into K plus 1 ആണ്. ഈ K plus 1 get cancelled. Okay, that is equal to നമുക്ക് വരുന്നത് K minus 1 into K അല്ലേ മുകളിലേക്ക് പോവാം. K minus 1 into K divided by K plus 2 into K minus 2 എന്നാ കിട്ടുക. That is equal to K square minus K divided by K square minus A plus B into A minus B എന്താ, A square minus B square. ഇത് 2 square, that is 4. K square minus 4. K square minus K divided by K square into 4 എന്ന് വരും. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആണോ. കേക്ക് ഇപ്പോ ഒരു 4 കൊടുത്തു നോക്ക്. K equal to 4 എന്ന് ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ മൈനസ് 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ പറ്റില്ല. K equal to 5 കൊടുക്കുകയാണെങ്കിലോ 25 മൈനസ് 5 ഡിവൈഡഡ് ബൈ 25 മൈനസ് 4, അതായത് 20 ബൈ
21 അല്ലേ കിട്ടുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, വേണമെങ്കിൽ ഒരു 6 കൂടി നോക്കിക്കോ, 2-3 നോക്കിക്കോ. k = 6 ആണ് വിചാരിക്കുക. അപ്പൊ എന്താ പറയുക, 36 - 6 ഡിവൈഡഡ് ബൈ 36 - 4, ഇത് 30/32. എന്തായാലും എന്താണ്, 1 കാട്ടിയും താഴെ തന്നെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് എന്തെന്ന് പറയാം, ak + 1 ഈസ് ലെസ് ദാൻ ak. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇനി ലിമിറ്റ് k tends to infinity, ak is equal to limit k tends to infinity k - 2 divided by k into k + 1 ആണ്. That is equal to limit k tends to infinity, k outside എടുത്തു കഴിഞ്ഞാൽ 1 - 2 by k divided by k square. ഇതിന്നും k പുറത്തേക്ക് എടുക്കാലോ, 1 + 1 by k എന്ന് വരും. k square k get cancel, ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ലെബിനിൻസ് ടെസ്റ്റ് വെച്ചിട്ട് എന്താണ്, ഇത് കൺവേർജസ് ആണ് by using Leibniz test. The series is converges. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, മോഡ് ഓഫ് എ എടുക്കണം. മോഡ് ഓഫ് എ is equal to എന്ന് തന്നെയാ വരുന്നത്, k - 2 by k into k + 1 ആണ്. അതിൽ k യുടെ പവർ k - 2 divided by k square plus k ആണ് താഴെ വരും. That is k - 2 divided by k square ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 1 + 1 by k എന്ന് വരും. മുകളിൽ നിന്ന് എനിക്ക് k ഔട്ട്സൈഡ് എടുക്കാം, 1 - 2 by k divided by k square into 1 + 1 by k എന്ന് വരും. സ്ക്വയർ k get cancelled. ഓക്കെ, എനിക്ക് ബി കെ എടുക്കാം. ബി കെ is equal to 1 by k അല്ലേ വരുന്നത്, k യുടെ പവർ 1 അല്ലേ ഉള്ളൂ. ഇതെന്താണ്, ഡൈവേർജന്റ് പി സീരീസ് ആണ്. ഇത് വീണ്ടും എഴുതുന്നില്ല, ബാക്കി എല്ലാ പ്രോബ്ലത്തിലും പറഞ്ഞതല്ലേ. ഓക്കെ, ഡൈവേർജന്റ് പി സീരീസ് ആണ് വരുന്നത്. അപ്പൊ ലിമിറ്റ് k tends to infinity mod ak by bk, that is equal to limit k tends to infinity 1 - 2 by k divided by k into 1 + 1 by k divided by 1 by k. k get cancelled. ഇനി ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കിയേ, 1 അല്ലേ കിട്ടുന്നത്, അത് ഫൈനൈറ്റ് വാല്യൂ അല്ലേ. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, the summation of ak is diverges ആണ്, കാരണം bk diverges ആണല്ലോ. അപ്പൊ ak diverges ആണ്. Therefore the summation ak is conditionally convergent. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് 1 or 2 ഒക്കെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ മാത്രമാണ് ലെബിനിൻസ് ടെസ്റ്റിന്റെ ആ കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ak + 1 ലെസ് ദാൻ ak എന്ന് പറയുന്നത്. അല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ ഈ മോഡലിൽ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ ആദ്യം A1 A2 കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ.